സ്കിൽഡ് വർക്കർ വിസയിൽ യുകെയിൽ വർക്ക് ചെയ്യുന്നവരുടെ എംപ്ലോയേഴ്സിൻ്റെ സ്പോൺസർഷിപ്പ് ലൈസൻസ് റിവോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ യുകെയിൽ ഒരു സ്കിൽഡ് വർക്കർ വിസയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ സ്പോൺസർഷിപ്പ് ലൈസൻസിന് യുകെ വിസ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഹോം ഓഫീസിന് റിവോക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. സാധാരണഗതിയിൽ സ്പോൺസർഷിപ്പ് ലൈസൻസിൻ്റെ ഭാഗമായിട്ടുള്ള കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാത്ത സമയത്തോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഗൈഡൻസിൻ്റെ ബ്രീച്ച് ഉണ്ടാകുന്ന സമയത്തോ ഇനി ചില ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് സാധാരണഗതിയിൽ എംപ്ലോയേഴ്സിൻ്റെ ലൈസൻസുകൾ ഹോം ഓഫീസ് റിവോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലൈസൻസ് റിവോക്ക് ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പാനിക്കാകേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കുക. സാധാരണഗതിയിൽ ലൈസൻസ് റിവോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയർക്ക് ഹോം ഓഫീസ് ഒരു ലെറ്റർ അയക്കും. ആ ലെറ്ററിൽ കൃത്യമായിട്ട് ലൈസൻസ് എന്തിനാണ് റിവോക്ക് ചെയ്യുന്നതെന്നുള്ള റീസൺസ് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു റീസണിൻ്റെ മുകളിൽ ഹോം ഓഫീസിന് അടുത്ത് ആ ഡിസിഷനെതിരെ അപ്പീൽ ചെയ്യാനുള്ള ഒരു റൈറ്റും കൂടി എംപ്ലോയർക്കുണ്ട്. എംപ്ലോയർ അത് അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹോം ഓഫീസിന് വേണ്ടിയിട്ട് കോർട്ടിൽ പോകാനും ഈ ഒരു കാര്യത്തെ അവരുടെ ഹോം ഓഫീസിൻ്റെ ഡിസിഷനെ ചലഞ്ച് ചെയ്യാനുമുള്ളൊരു അവസരമുണ്ട്. ആ ഒരു ഡിസിഷൻ ചലഞ്ച് ചെയ്ത് അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹോം ഓഫീസ് അവരുടെ ലൈസൻസ് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസ് റിവോക്കായി എന്ന് കേട്ടിട്ട് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ എല്ലാ എംപ്ലോയേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ്. ലൈസൻസ് റിവോക്ക് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അവർ അപ്പീലിന് പ്രോസസ്സിനോ അല്ലെങ്കിൽ ചലഞ്ചിങ് പ്രോസസ്സിനോ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചലഞ്ചിങ് പ്രോസസ്സിൻ്റെ കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഫർദർ ഡിസിഷൻ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ വൺസ് നിങ്ങൾ ഹോം ഓഫീസിനെ ചലഞ്ച് ചെയ്തു, ആ ഡിസിഷനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ സാധാരണ അതിൽ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോം ഓഫീസിൽ നിന്ന് ഒരു ഇമെയിൽ വരും. ആ ഇമെയിലിനകത്ത് പറയും നിങ്ങളുടെ എംപ്ലോയറുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു, ഞങ്ങൾ റിവോക്ക് ചെയ്തു എന്ന് അവർ നിങ്ങളെ അറിയിക്കും. അതിനുശേഷം രണ്ടാമതൊരു ഇമെയിൽ വരും, അതാണ് കട്ടൈമൽ ലെറ്റർ എന്ന് പറയുന്നത്. ആ ഒരു കട്ടൈമൽ ലെറ്ററിനകത്ത് പറയുന്നത് നിങ്ങളുടെ എംപ്ലോയറുടെ ലൈസൻസ് റിവോക്ക് ചെയ്തത് കൊണ്ട് തന്നെ അടുത്ത 60 ദിവസത്തിനുള്ളിൽ, അതിനകത്ത് കൃത്യമായിട്ട് ഡേറ്റ് സ്പെസിഫൈ ചെയ്യും, ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾ വേറൊരു എംപ്ലോയറെ കണ്ടുപിടിക്കുകയോ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ലീവ് ചെയ്യുകയോ ചെയ്യണമെന്ന് പറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു ലെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നവരെ നിങ്ങൾ പാനിക്കാകേണ്ട ഒരാവശ്യമില്ല. വൺസ് നിങ്ങൾക്ക് ആ കട്ടൈമൽ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ 60 ദിവസമേ ഉള്ളൂ. 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വേറെ എംപ്ലോയർ കണ്ടുപിടിക്കണം. ഇനി ലൈസൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ജോലി പോയി എന്ന് വിചാരിക്കില്ല. ഹോം ഓഫീസിൻ്റെ ഗൈഡൻസ് പ്രകാരം നിങ്ങളുടെ എംപ്ലോയർ ലൈസൻസ് റിവോക്ക് ചെയ്താലും നിങ്ങളുടെ വിസ കാലാവധി തീരുന്നവരെ അല്ലെങ്കിൽ കട്ടൈമൽ ലെറ്ററിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾക്ക് ആ എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്യാനുള്ള എല്ലാവിധ അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് ലൈസൻസ് റിവോക്ക് ആയതുകൊണ്ട് നാളെ തൊട്ട് ജോലി ഉണ്ടാവില്ല എന്ന് പറയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും എംപ്ലോയർക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല നാളെ തൊട്ട് ജോലി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ വിസ എക്സ്പയറി വരെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റ്സും ഉണ്ട്. ഇനി ഹെൽത്ത് കെയർ സെക്ടർ വർക്ക് ചെയ്യുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് എംപ്ലോയേഴ്സിന് ലൈസൻസ് റിവോക്ക് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളൊരു കെയർ വർക്കറോ സീനിയർ കെയർ വർക്കറോ ആണെങ്കിൽ ഹോം ഓഫീസ് അറ്റ് ദ മൊമെൻറ്റ് കട്ടൈൻമെൻറ്റ് ലെറ്ററുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡിലേ ചെയ്തിരിക്കുകയാണ്. അവർ ഹോൾഡ് ഓഫ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് വേറെ എംപ്ലോയറുടെ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാനുള്ള അവസരം ആയതുകൊണ്ട് അവർ ഡിലേ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ അതിനകത്തൊരു ഇതുണ്ട്, കൺസെഷനുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വൺസ് നിങ്ങളുടെ കട്ടൈൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് എംപ്ലോയേഴ്സിനടുത്ത് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ എംപ്ലോയർ ലൈസൻസ് റിവോക്ക് ചെയ്തതാണ് എന്ന് പറയുക. ഇനി ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എംപ്ലോയറുടെ ലൈസൻസ് റിവോക്ക് ചെയ്തു ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അതിൻ്റെ 1, 2, 3 മാസത്തിനുള്ളിലാണ് നിങ്ങളുടെ വിസ എക്സ്പയർ ആകുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾക്ക് വേറൊരു COS ഇഷ്യൂ ചെയ്യാനോ നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യാനോ സാധിക്കില്ല. ഉദാഹരണത്തിന് ജനുവരിയിൽ നിങ്ങളുടെ എംപ്ലോയർ ലൈസൻസ് റിവോക്ക് ചെയ്തു, മാർച്ചിൽ നിങ്ങളുടെ വിസ എക്സ്പയർ ആകുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊരു എംപ്ലോയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും, വേറെ ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. ഇനി അതല്ല നിങ്ങളുടെ വിസയ്ക്ക് 6 മാസമോ 12 മാസമോ 1 വർഷമോ 2 വർഷമോ വാലിഡിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് വറിയിടാവേണ്ട ആവശ്യമില്ല. കാരണം കട്ടൈൻമെൻറ്റ് ലെറ്ററുകൾ സാധാരണ അതിൽ ഹോം ഓഫീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 3 തൊട്ട് 4 മാസം വരെ സമയമെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിവോക്കേഷൻ കേസുകളിൽ, പ്രത്യേകിച്ച് അത് കേസിനും അപ്പീലിലൊക്കെ പോവുകയാണെങ്കിൽ ഹോം ഓഫീസിൻ്റെ ആ ഡിസിഷൻ ടൈം കഴിഞ്ഞാൽ മാത്രമേ റിവോക്കേഷൻ ലെറ്റർ ഇഷ്യൂ ആകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് റിവോക്കായി എന്ന് കേട്ട് പാനിക്കായി നിങ്ങൾ ഓടി നടന്ന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം, മറ്റെല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ ചെയ്യാം. അതിന് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. താങ്ക് യു സോ മച്ച്.